പരിശുദ്ധ പിതാവ് ഭാരതം സന്ദർശിക്കാനായിട്ട് എപ്പോഴും തൽപരനായിരുന്നു. ഇപ്പോഴുള്ള ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് കോവിഡ് കാലത്തിന് മുമ്പുള്ള ചില യാത്രകൾ അതിൻ്റെ ക്രമീകരണങ്ങൾ അവസാനിച്ചതേ ഉള്ളൂ. ഈ 2025 ഈശോ ജനിച്ചിട്ട് 2025 വർഷമാകുന്നതിൻ്റെ മഹാജൂബിലി ആഘോഷങ്ങളുണ്ട്. ഏതാണ്ട് 80ഓളം പരിപാടികൾ റോമിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ കുറവാണ് 2025. അതേസമയം തന്നെ 2025 അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാനായിട്ടും സാധിക്കും. ഏതാണ്ട് 7-8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങൾ വേണം. പ്രത്യേകിച്ച് റോമിൽ നിന്ന് ഇത്രയധികം ദൂരം മാറിയുള്ള ഒരു രാജ്യത്ത് യാത്ര ഒരുക്കണമെങ്കിൽ. അപ്പോൾ അതിലേക്ക് കടക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ 2025 അവസാനം 2026 അപ്രകാരം പരിശുദ്ധ പിതാവിൻ്റെ യാത്ര പ്രായോഗികമായി സംഘടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. സമയത്തിൻ്റെ പരിമിതിയും മാർപ്പാപ്പയ്ക്ക് ചെന്നെത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ യാത്രയെ ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ടെത്താം. വീൽ ചെയർ ചെല്ലേണ്ടതാണ്. അപ്പോഴുള്ള പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും, കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെ എല്ലാം കാലേ കൂട്ടി ഒന്ന് മനസ്സിലാക്കി വീണ്ടും നമ്മൾ അവർ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ നിന്നൊക്കെ കുറേയെല്ലാം മിക്കവാറും ചില അവസരങ്ങളിൽ പരിപൂർണമായി സ്വീകരിക്കാം. ചില അവസരങ്ങളിൽ അതിൽ പല പരിപാടികളും പ്രായോഗികമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ അത് നമ്മൾ മാറ്റിയിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കും. ഈ പ്രോഗ്രാമുമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വന്നു കഴിഞ്ഞ് ആ ഒരു വരവോടുകൂടിയാണ് മാർപ്പാപ്പയുടെ അതിന് ശേഷമാണ് മാർപ്പാപ്പയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ടാണ് യാത്ര പ്രഖ്യാപിക്കുന്നത് ഔദ്യോഗികമായിട്ട്. അപ്പം മാർപ്പാപ്പ വരുന്നതിന് മുമ്പ് 2 പ്രാവശ്യം വത്തിക്കാൻ എന്നുള്ള സംഘം വരും. അപ്പോൾ മാർപ്പാപ്പ എവിടെയാണ് സാധാരണഗതിയിൽ മാർപ്പാപ്പ താമസിക്കുന്നത് വത്തിക്കാൻ്റെ എംബസിയിലാണ്, അപ്പസ്തോലിക് നuntiature-ലാണ്. പക്ഷേ ഇപ്പോൾ മാർപ്പാപ്പ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എംബസി ഇല്ല, ഡൽഹി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മാർപ്പാപ്പ താമസിക്കുന്ന സ്ഥലം എൻ്റെ ഉത്തരവാദിത്വമാണ് അത് തീരുമാനിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പരിവാരം, ഈ 50 പേര് എവിടെയാണ് താമസിക്കുന്നത്? അതുപോലെ പത്രപ്രവർത്തകർ, അവർക്ക് വേണ്ടിയുള്ള, അവർക്ക് മീഡിയ സെൻറ്റർ ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അറിയാം. അവർക്ക് പ്രത്യേകമായ ഈ ഇമേജസ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിനുള്ള എക്സ്പേർട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ ഈ മൂന്നാമത് മാർപ്പാപ്പ വരുന്നതിന് മുമ്പ് തന്നെ വേറെ ഒരു സംഘം, ഏതാണ്ട് ഒരു 30ഓളം പേരടങ്ങുന്ന ഒരു സംഘം ഈ സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കും മാർപ്പാപ്പ വരുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അവരെവിടെയാണ് താമസിക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ തീരുമാനിക്കണം. അതുപോലെ പ്രധാനമായിട്ടിപ്പം ഇവിടെ വരുമ്പോൾ രാഷ്ട്രപതിയെ സന്ദർശിക്കുന്ന, രാഷ്ട്രപതിയെ കാണുന്നത് ഏത് മുറി വെച്ചാണ്, അതുപോലെ സാധാരണഗതിയിലെ രാഷ്ട്രതലവന്മാരായിട്ട് അരമണിക്കൂർ, പ്രധാനമന്ത്രിയായിട്ട് 15 മിനിറ്റ്. അപ്പോൾ അതെവിടെ, എങ്ങനെ, ഇതെല്ലാം പോയി മാർപ്പാപ്പ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം പോയി കാണണം. അങ്ങനെ എല്ലാവിധ ഇതിൻ്റെ ഓരോ ചെറിയ കാര്യം പോലും നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. അപ്പോൾ ആശുപത്രികൾ, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഏത് ആശുപത്രിയിലാണ് പോകേണ്ടത്, അതേപ്പറ്റിയെല്ലാം നമ്മൾ നേരത്തെ നമുക്കൊരു കൃത്യമായ വീക്ഷണം ഉണ്ടായിരിക്കണം. സുരക്ഷിത ക്രമീകരണങ്ങൾ, അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിലൂടെ അത് ക്രമീകരിക്കണം. അപ്പോഴങ്ങനെ ധാരാളം കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, ഇപ്രായമുള്ള കാര്യങ്ങളിൽ തീരുമാനം നമുക്കെടുക്കാനുണ്ട്. കാരണം നമുക്ക് ജനങ്ങൾ എന്തുമാത്രം വരുമെന്ന് അറിയത്തില്ല. അതിനെല്ലാം സുരക്ഷിതത്വവും അതേസമയം തന്നെ മാർപ്പാപ്പ ഒരു അജപാലകൻ കൂടിയാണ്, ആളുകളെ പിതാവിന് കാണണം. അപ്പോൾ ഇത് രണ്ടും കൂടെ, സുരക്ഷിതത്വവും അതേസമയം തന്നെ മാർപ്പാപ്പയ്ക്ക് ആളുകളുടെ അടുത്ത് ചെല്ലാനും, ഇത് രണ്ടും കൂടെ നമ്മൾ അത് ക്രമീകരിക്കുക എന്നുള്ളത്, അത് എപ്രകാരം ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള പ്രോട്ടോകോൾ ലെവലിലുള്ള ചർച്ചകളിലൂടെ എത്തുന്നു, അതനുസരിച്ചാണ് അത് അത്ര എളുപ്പമാകുന്നത്.
അപ്പോൾ അതുകൊണ്ട് സമയമെടുക്കും ഈ ഒരു ഒരുക്കത്തിൽ. നമ്മുടെ നാട്ടു വെച്ച് നോക്കുമ്പോൾ ഒരിടത്ത് മഴയുള്ളപ്പം വേറൊരിടത്ത് ഉണക്ക്. അപ്പം നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സമയവും കണ്ടുപിടിക്കും.